നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അവർ എത്രമാത്രം ശ്രമിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അവരായിട്ട് തന്നെ ഒരുപാട് തവണ ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവരിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എത്രമേൽ അവർ ശ്രമിച്ചാൽ പോലും ഈ റിലേഷൻഷിപ്പിൽ നിന്നോ ഈ ഓർമ്മകളിൽ നിന്നോ അവർക്കൊരിക്കലും വിട്ടുമാറാൻ കഴിയില്ല. നിങ്ങളെ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മാറ്റാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ആൻഡ് യെസ്, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നാൽ പോലും എന്തൊക്കെ സന്തോഷം അല്ലെങ്കിൽ എന്തൊക്കെ കെയർ അറ്റൻഷനൊക്കെ മറ്റു വ്യക്തികളിൽ നിന്ന് ലഭിച്ചാൽ പോലും നിങ്ങളിൽ നിന്നുള്ള ഈ ഒരു പ്രണയം പോത്തിന് പകരമാവില്ല മറ്റൊരു സ്നേഹബന്ധവും എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹവും ഈ വ്യക്തിയിലുണ്ടെന്നാണ് കാണുന്നത്. അതായത് പാസ്റ്റിൽ നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ദിവസങ്ങളും എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇത്രയും ഡീപ്പായിട്ടുള്ള സോൾ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ്. മേ ബി സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എനർജിയിലുള്ള വ്യക്തികൾ ഉണ്ടാവാം. ഓക്കെ, യെസ്, ഈവൻ അവരൊരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കാം, കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലോ ഒക്കെ പ്രോബ്ലംസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ പോലും അവര് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷത്തിൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു. അവരുടെ സന്തോഷം അവർ ആ ഓർമ്മകളിലാണ് അവർ സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവർക്ക് ഓരോ മൊമെന്റ്സിലും നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്തുവെങ്കിൽ, നിങ്ങളുമായിട്ട് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണിത്. ഓക്കെ, ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അതിലോട്ടൊന്നും ഇവരുടെ ശ്രദ്ധ പോകുന്നില്ല. അവരെപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് ലൈഫിൽ അവരുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾ ഉപേക്ഷിച്ച് തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഊണും ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഒരു വെൽ വിഷറാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഈ വ്യക്തി. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. മേ ബി മറ്റു വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്പൈ ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങളുടെ പിക്ചേഴ്സ് ഈ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ടാവാം. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള പ്രണയം ഈ വ്യക്തിക്ക് വളരെ ജെന്യുവൻ ആയിട്ടുള്ളതാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്ത് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്നത് എല്ലാ നെഗറ്റിവിറ്റീസും ലൈഫിൽ നിന്ന് മാറിപ്പോകാനും നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ഉണ്ടാവാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ട് പോലും ഒത്തിരി നാളുകളായിട്ടുണ്ട്. പക്ഷെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ആബ്സെൻസിൽ പോലും നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷത്തിലാണ് ആ വ്യക്തിയുടെ മനസ്സിൽ
അത്രമാത്രം സന്തോഷം ഉണ്ടാവുന്നത്. ഓക്കെ. ആൻഡ് ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളില്ലാതെ ഓരോ ദിവസവും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമായിട്ടാണ്, അത്രയും കഠിനകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബേർഡൻ ആണ് അവർക്ക് എപ്പോഴും. ഓക്കെ, ഓരോ ദിവസവും നിങ്ങളുടെ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടി ഈ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് സാഹചര്യമായിരുന്നാലും എപ്പോഴും നിങ്ങളോടൊപ്പം ആ വ്യക്തി ഉണ്ട് എന്നുള്ളൊരു പ്രോമിസ് ആണ് നൽകുന്നത്. ഐ വോണ്ട് ടു റിക്കൺസൈൽ. ഓക്കെ, നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. അവർ നിങ്ങളുമായിട്ടുള്ള റിക്കൺസിലേഷന് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, നിങ്ങളെ അവർക്ക് ദൈവം നൽകിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് എന്ന് അവർ ചിന്തിക്കുകയാണ്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ. ഓക്കെ, നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് തന്നെ അത് നിറവേറ്റാം എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ആൻഡ് ഐ ലവ് യു ആസ് യു ആർ. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ നിങ്ങളെ പ്രണയിക്കുവാനും ഇപ്പോൾ ആ വ്യക്തി തയ്യാറാണ്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. നിങ്ങൾക്കായിട്ടാണ് അവരുടെ ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്തിരുന്നത്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയും എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഐ കാൺ ലിവ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആൻഡ് ലെറ്റ്സ് ഫർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ഓക്കെ, വീണ്ടും നമുക്ക് ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇത്രയും ഡീപ്പായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, പാസ്റ്റിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കുക. എന്നിട്ട് ഒരുമിച്ചൊരു ലൈഫ് വീണ്ടും നമുക്ക് തുടരാം, അല്ലെങ്കിൽ ഒരു ന്യൂ ജേർണി ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായി ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 637, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുണ്ടാവാം. മെഡിക്കൽ ഫീൽഡ്, ആർട്ടിസ്റ്റ്. നമ്പർ 8, വിത്തിൻ 72 hours വീണ്ടും പോസിബിലിറ്റി ആണ്. ലെറ്റർ എഫ്, ലെറ്റർ ഡി ഒത്തിരി ക്ലോസ് വന്നിട്ടുണ്ട്. 7 days, ലിബ്ര എന്നുള്ളൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണെയോ സോഡിയാക് സൈൻ ലിബ്ര ആയിരിക്കാം. നമ്പർ 8, ഫൈനലി വൈറ്റ് കളർ. ഓക്കെ,